ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു മാറ്റത്തിന് സമയമായിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പൊ നമുക്ക് നോക്കാം, റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്കിനി സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. റീഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാർഡ്സ് എടുക്കാവേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വളരെയധികം വിഷമിച്ച് നിങ്ങളുടേതായ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ, എങ്ങനെയായിരിക്കും ഇനി എൻ്റെ ജീവിതം, മുന്നോട്ടിനി എങ്ങനെ ഞാൻ പോകും, എന്തെല്ലാം തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു, ഇവിടെ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ വളരെയധികം പ്രതീക്ഷയോടുകൂടി, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ ഉണ്ടാവും നിങ്ങൾക്ക്. എന്തെങ്കിലുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കും. അവസാനം നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലല്ലേ. അപ്പോൾ എനിക്കത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നിങ്ങൾ മനസ്സിന് നല്ല കോൺഫിഡന്റ് ആവണം. നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആവുന്ന ഒരു വ്യക്തിയായിട്ട് എപ്പോൾ മാറുന്നുവോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ ചേഞ്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ സക്സസ് തുടങ്ങിക്കഴിഞ്ഞു അവിടെ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ഒരുപാട് പ്രത്യാശയോടുകൂടി നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആകാശത്തിലേക്ക് നോക്കി. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞുകൂടാതെ നിൽക്കുന്നു. കുറെ ചോദ്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു വാൽനക്ഷത്രത്തിന്റെ ഈ ഒരു തെളിച്ചം കാണുന്നത്. മനസ്സിലായി? ഇവിടുന്ന് ഒരു ചലനം ദൂരേക്ക്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടാവുന്നു തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു വലിയ മാറ്റം കൊണ്ടുതരുന്നത്. ഈ ഒരു എനർജിയാണ്. മനസ്സിലായി? ഈ ഒരു പ്രത്യാശയാണ്. നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകുന്നു, ഇവിടെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 8 ആണ് നമ്പർ, അബണ്ടന്റിന്റെ നമ്പറാണ്. അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു, നിങ്ങൾ അബണ്ടന്റ് ആവാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒക്കെ ഏകാന്തവാസം അനുഭവിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാകും. മറ്റുള്ളവരോട് മിണ്ടാൻ ബുദ്ധിമുട്ട്. അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തഴഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാവാം. നിങ്ങളെ ഒന്ന് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും മറ്റു ചിലർക്ക്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നിലോട്ട് വരുമ്പോഴൊക്കെ മറ്റുള്ളവർ അത് കേൾക്കാൻ ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സുഹൃത്ത് ബന്ധത്തിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് 1, 2, 3 ഒക്കെ ഉണ്ടായിരിക്കാം. അവിടെ നിന്നുമല്ല നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ടാവാം, ഇവിടെ നിന്ന് ഇനി എനിക്കൊരു ബന്ധം വേണ്ട, ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, എനിക്ക് വന്നിരിക്കുന്നതെല്ലാം പരാജയങ്ങൾ തന്നെയാണ്, ഇനി എങ്ങനെ ഞാൻ രക്ഷപ്പെടും, മുന്നോട്ട് ഇനി എങ്ങനെ പോകും. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരാനുള്ളതാണോ മറ്റൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഇപ്പോൾ പരാജയത്തിലാണോ നിങ്ങൾ, ഇവിടെ നിന്ന് നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും തുടരുകയില്ല. ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാവാം. അതുമല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാവാം.
സോളിറ്റ്യൂഡിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഏകാന്തവാസം അനുഭവിക്കുന്നു. ചിലപ്പോൾ ബുക്കുകളൊക്കെ വായിച്ച് അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്ത സമയം തള്ളി നീക്കുന്നുണ്ടാവാം. മറ്റുള്ളവരുടെ സാമീപ്യം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥ, അതുപോലെ ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളതെല്ലാം അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ്, അത്തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്, അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് നിങ്ങളൊന്ന് കരകയറാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ചൊന്ന് പിൻവലിഞ്ഞിരിക്കുന്നു, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. നിങ്ങൾ അങ്ങനെ പിൻവലിഞ്ഞു പോകേണ്ട, നിങ്ങൾ മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ്. മനസ്സിലായി? ഇവിടെ പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റേ അറിവ് ശേഖരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പുതിയ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകേണ്ടവരാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തടയപ്പെടുന്ന ആൾക്കാരല്ല, മറ്റുള്ളവരാൽ തടയപ്പെട്ട് നിന്നിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെങ്കിൽ നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് അവർ അസൂയപ്പെടുന്ന ഒരു സമയം ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷകളുടെ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതല്ല ജീവിതത്തിന്റെ അവസാനമാക്കി, ഇതൊന്നുമല്ല. റിലേഷൻഷിപ്പിൽ പരാജയപ്പെട്ടോ, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയോ, നിങ്ങളോട് ഒപ്പമുള്ളവർ, അങ്ങനെ വരുമല്ല എങ്കിലും സാമ്പത്തികമായി നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിചാരിക്കേണ്ടത് എന്താണ്? ഇതൊന്നുമല്ല ജീവിതത്തിന്റെ ഒരു അവസാനമാക്കി. ഇനിയും ഞാൻ ഉയർച്ചയിലേക്ക് വരും, ഇനി എനിക്ക് മാറാൻ സമയമുണ്ട്, ഇനി എനിക്ക് മാറ്റത്തിന്റെ സമയമാണ്, ഇനിയാണ് ഞാൻ ഒന്നുകൂടി തിളങ്ങാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരണം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വരാൻ പോകുന്ന ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ? നിങ്ങൾ മെഡിറ്റേഷൻ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിച്ച് ധാരാളമായി അറിവ് ലഭിക്കുന്ന ആൾക്കാരാണെന്നും കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള കഴിവ് വരുന്നു. പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള കഴിവ് ഏത് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ്? ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 7th ചക്ര എന്ന് പറയുന്നതാണ് ക്രൗൺ ചക്ര. അതായത് 7 ചക്രാസില് ഫസ്റ്റ് എന്താണ്? റൂട്ട് ചക്ര, പിന്നെ സേക്രൽ ചക്ര, സോളാർ പ്ലക്സസ് ചക്ര, അതുപോലെ ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, തേടേ ചക്ര. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ്, ശിരസിന് മുകളിലായിട്ട് വരുന്നത്, സഹസ്രദളങ്ങളോടുകൂടി ഉള്ള ഒരു ഫ്ലവറിന്റെ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവിടേക്ക് നിങ്ങളുടെ എനർജി അവിടെ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു. അതായത് നല്ലതുപോലെ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു പരാജയത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവണം ചില കാര്യങ്ങളിൽ നിന്ന്. നിങ്ങൾ മനസ്സിലായ? റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും അതുപോലെ ഫിനാൻസ് പരമായ കാര്യമായാലും നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളിൽ നിന്നും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം. അവിടെയാണ്, എന്നിട്ടാണ് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് തീർച്ചയായിട്ടും, അഥവാ നിങ്ങൾ ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നില്ല എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ ഉയർച്ചയിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ച സത്യം അറിയാൻ സാധിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു ഉയർച്ചയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ചക്രാസിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകുന്നത്, ടാരോട്ട് കാർഡ് ഒക്കെ റീഡിംഗ് ഒക്കെ കാണാൻ തുടങ്ങുന്നത്, അതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രപഞ്ച സത്യത്തെ അറിയാനുള്ള ഒരു കഴിവുണ്ടാകുന്നത്. അങ്ങനെ പ്രപഞ്ച സത്യത്തെ അറിയാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞാൽ തന്നെ മാനസികമായിട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് പല അനുഭവങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞ സോളിറ്റ്യൂഡിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഏകാന്തവാസ അനുഭവിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടേയിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള കഴിവ് വരുന്നത്. അവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കൊള്ളണം, തീർച്ചയായിട്ടും ജീവിതത്തിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വന്നിരിക്കുന്നു. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരും. ഈ ഏകാന്തതയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടായത്, ചീറ്റിംഗ് ഒക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. അത് തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
മനസ്സിലായി? ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നു. തീർച്ചയായിട്ടും അതിനെപ്പറ്റി നിങ്ങൾ ഇവിടെ വിശകലനം ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. അപ്പൊ ഇത് സംഭവിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ ഉയർച്ചയിലേക്ക് വരും, ജീവിതത്തിന്റെ ഒരു സക്സസിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തായിട്ട് നിങ്ങളുടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ്. കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള നമുക്കൊരു വിമുക്തി ലഭിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കൂട്ടം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും ജീവിതത്തിലെ സക്സസിലേക്കുള്ള വരവാണ്. അവിടെ നിങ്ങൾക്ക് വീണ്ടും മനസ്സോടുകൂടി ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. അങ്ങനെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂട്ടുകാരും ഒത്തുചേർന്ന്, അതുമല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒത്തുചേർന്ന് കുടുംബത്തോടു കൂടി ഒക്കെയും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു? നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഉയർച്ചയിലേക്കുള്ള ഒരു പടി നിങ്ങൾ കയറിക്കഴിഞ്ഞിരിക്കുന്നു. അതുവഴിയാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സന്തോഷത്തിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഷാഡോ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ രൂപത്തിന് തന്നെ മാറ്റം വരികയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് വരും തോറും നിങ്ങളുടെ രൂപത്തിന് തന്നെ മാറ്റം വരും. മനസ്സിലായില്ലേ? അപ്പൊ രൂപത്തിന് മാറ്റം വരിക എന്ന് പറയുമ്പോഴെന്താണ്, പ്രത്യേകിച്ചുമായി ഈശ്വരീയമായ ചൈതന്യം ഉള്ളിൽ ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാകുന്നു. മുഖത്ത് പ്രകാശം ഉണ്ടാകുന്നത് മാത്രവുമല്ല, നിങ്ങളുടെ പ്രവർത്തികളിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന ദേഷ്യത്തെ ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. മുൻപ് മറ്റു പലരോടും നിങ്ങൾക്ക് അസൂയയുണ്ടാകാം, വിദ്വേഷമോ പകയോ എന്തെങ്കിലുമൊക്കെ അധമവികാരങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അധമവികാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മുന്നോട്ട് വരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നല്ലൊരു മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുൻപോട്ട് വരാൻ സാധിച്ചിരിക്കുന്നു. അതൊരു ഭാഗ്യത്തിൻ്റെതായ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട്. ചൂസ് വൈസിലി എന്നാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ബുദ്ധിപരമായിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. മുൻപോട്ട് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതിനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങളുടെ മുൻപിൽ വന്നോ അവിടെയൊക്കെ ഒന്ന് ചൂസ് വൈസിലി എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾക്കൊന്ന് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചൊന്ന് ബുദ്ധി പ്രയോഗിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. വെറുതെ തോന്നുമ്പോൾ തോന്നുന്നത് പോലെ എന്നുള്ള രീതി ആവരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് ധൃതി പിടിച്ചൊന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുക അല്ല വേണ്ടത്. ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് വന്നിട്ടുണ്ട് ചൂസ് വൈസിലി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനവിടെ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തേണ്ട. അവിടെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കൂ എന്നും ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് പല നിലപാടുകളും ഉണ്ടാവില്ല. ഇവിടെ 7 ആണ് കണ്ടല്ലേ, 7 ആണ്, 7 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഇവിടെ 777 വന്നിട്ടുണ്ട്. ക്രൗൺ ചക്രയുടെ നമ്പർ 7 ആണ്. ഇവിടെ
ചൂസ് വൈസിൽ 7 ആണ്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് 7 ആണ്. അപ്പോൾ 777 വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ 777 കാണുന്നുണ്ടായിരിക്കാം, അതുമല്ല എങ്കിൽ 111 കാണുന്നവരുണ്ടായിരിക്കാം, അതുമല്ല എങ്കിൽ 888 കാണുന്നവരുണ്ടായിരിക്കാം. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്, ഒത്തിരി ഉയർച്ചയിലേക്കാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഏത് കാര്യത്തിലും നിങ്ങൾ ബുദ്ധിപൂർവ്വം വേണം, പ്ലാൻ ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം വേണം, സെലക്ട് ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം വേണം, മുന്നോട്ട് ജീവിച്ചു വരുന്നതും ബുദ്ധിപൂർവ്വം, എങ്കിലേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നടന്നെടുക്കാൻ പറ്റൂ. അതുപോലെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിൽ ആ ഒരു നിലപാടിൽ നിന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല, തീരുമാനത്തിന് മാറ്റം വരുത്തണ്ട. തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് വരിക. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ട്രാപ്ഡ് ഇൻ ഫിയർ ആണ്. എന്താണ്? ബുദ്ധിപൂർവ്വം അല്ലാതെ ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് ട്രാപ്ഡ് ഇൻ ഫിയർ എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. കാരണം പലപ്പോഴും പേടിച്ചു വരച്ചൊരു മുറിയുടെ മൂലയിൽ ഇരിക്കാനാണ് തോന്നുന്നത്, അല്ലെ? കാരണം പല പ്രശ്നങ്ങൾ, ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചുറ്റിനുമുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നും ചിലപ്പോഴൊക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും മുറിക്കുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നുണ്ട്, നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. മനസ്സിലായി? എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അതിനൊരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ സക്സസിലേക്കുള്ള വാതായനം തുറന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായി? അവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. അല്ലാതെ വെറുതെ ചടഞ്ഞുകൂടി ഒരിടത്തിരുന്നു അങ്ങനെ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ദിവസം നിങ്ങൾക്ക് പേടിച്ച് നിങ്ങൾ മറ്റേ ഏതെങ്കിലും കാര്യത്തിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യമാണോ, ഫിനാൻസ് പരമായ കാര്യമാണോ, അല്ലെങ്കിൽ ജോലി കാര്യമാണോ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അങ്ങനെ പേടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാവുന്നതാണ്. എന്തിനാണ് എനിക്കിത് സംഭവിച്ചത്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഇനി ഞാൻ മുന്നോട്ട് എങ്ങനെ പോകണം, ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് സക്സസിലേക്ക് വരാനുള്ള വഴിയൊരുങ്ങും അപ്പോൾ തന്നെ. മനസ്സിലായി? അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. അപ്പോഴാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കും. മനസ്സിലായി? അല്ലാതെ എനിക്ക് ഇത് തന്നെ, ഞാനൊരു പരാജയമാണ്, എനിക്ക് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഇനി എങ്ങനെ ഇതൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? എനിക്കെങ്ങനെ ഇത് സംഭവിച്ചു? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ ഒക്കെ വരുന്നവർക്കാണ്, അതുമല്ല എങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും ഉൾവിളി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ബേസ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ചക്രയാണ് റൂട്ട് ചക്ര. റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഇവിടെ 7th ചക്ര ഫസ്റ്റ് ചക്ര അല്ലെ? അപ്പോൾ നമുക്ക് ഏറ്റവും ഇടയിലായിട്ടുള്ള മൂലാധാര ചക്രം എന്ന് പറയും. മൂലാധാര ചക്ര എല്ലാ കാര്യങ്ങൾക്കും ആധാരമായിട്ടുള്ളത്. മനസ്സിലായത്? ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടാകുന്ന, അതായത് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന മണി ബ്ലോക്ക് മാറിക്കിട്ടും. മനസ്സിലായി? നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മണി ബ്ലോക്കുകൾ മാറിക്കിട്ടും. മറ്റു പല കാര്യങ്ങളിലും ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ മുന്നോട്ട് വരാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയാവാം, അതുമല്ല എങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പൊ പലർക്കും ഇങ്ങനെ ഒരു സമയം വരുന്നുണ്ട്, ആക്റ്റീവ് ആകുന്ന ഒരു സമയം വരുന്നുണ്ട്, അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തന്നെയാണ് കാരണമാകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിക്ടറി ആൻഡ് സക്സസ് ഉണ്ടാകുന്നുണ്ട്. വിക്ടറി ആൻഡ് സക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ വിജയമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരികയും നിങ്ങൾ അതിൽ ഇടപെട്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിലേക്കാണ് പോകാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരിക തന്നെ ചെയ്യും. വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കും, ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ
പറയുന്നത്. ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു. മാറ്റമാണ് 6 എന്ന് പറയുന്നത്, നല്ലൊരു മാറ്റത്തിനുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് വിജയക്കൊടി പാറിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഇത്രമാത്രമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പരാജയപ്പെട്ടിടത്തു നിന്നും നിങ്ങൾ താഴോട്ടല്ല പോകേണ്ടത്, മുകളിലേക്കാണ് വരേണ്ടത്. എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ ഉണ്ടാവും, ഇല്ലാത്തവരാരുമില്ല. അവിടുന്ന് നിങ്ങൾ താഴോട്ടല്ല പോകേണ്ടത്. മുറിയടച്ച മുറിക്കുള്ളിൽ ഇരിക്കുകയല്ല വേണ്ടത്. അപ്പുറത്ത് വെളിച്ചമുണ്ട്, അത് നോക്കി അങ്ങോട്ടേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത്. കണ്ടില്ലേ, അപ്പുറത്ത് വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിലേക്ക് എനിക്ക് എങ്ങനെ പോകാം, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ വെളിച്ചം കൊണ്ടുവരാം, ഒരു സക്സസ് എങ്ങനെ എനിക്ക് കൊണ്ടുവരാം, എന്തുകൊണ്ട് ഇത് പറ്റി, ഇതൊക്കെയല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്, മാറ്റമാണ് വരാൻ പോകുന്നത്. നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇവിടെ ബട്ടർഫ്ലൈസിന് എങ്ങനെയാണോ പ്യൂപ്പയിൽ നിന്നും പുഴുവായിട്ട് വരുന്നത്, മുന്നോട്ട് വരുന്ന പാറിപ്പറക്കാൻ കഴിയുന്നത്, നല്ല മനോഹരമായ ചിറകുകളോടുകൂടി സമൂഹത്തിലൊക്കെ ഇങ്ങനെ പൂക്കളിലും ഇലകളിലും ഒക്കെ എങ്ങനെയാണ് പാറിപ്പറക്കാൻ സാധിക്കുന്നത്, അതുപോലെ നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങും. നിങ്ങളുടെ ഡ്രസ്സില്, നിങ്ങളുടെ സൗന്ദര്യത്തില്, നിങ്ങളുടെ പൊസിഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്കുള്ള പടവുകളാണ്. മനസ്സിലായി? അപ്പൊ ഇവിടേക്കാണ് നിങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നത്, വന്ന് എത്തി നിൽക്കാൻ പോകുന്നത് ഇവിടേക്കാണ്. മനസ്സിലായോ? അതാണ് നമ്മളിവിടെ കാണുന്നത്. ടാരോ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഇവിടെ കണ്ടില്ലേ, മജീഷ്യന്റെ എനർജിയാണ്. നിങ്ങളിവിടെ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പല കാര്യങ്ങൾ, പല വിധത്തിലുള്ള സക്സസിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും. മജീഷ്യൻ കൊണ്ടുവരുന്നത് എന്താണ്? മാനിഫെസ്റ്റേഷൻ. അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വിജയം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വിജയത്തിലേക്ക് പോകാനാണ് മജീഷ്യൻ ശ്രമിക്കുന്നത്. പേരും പ്രശസ്തിയും നേടാനാണ് മജീഷ്യൻ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്കും, നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, ജീവിതത്തിന്റെ സക്സസിലേക്ക് വരുന്നു, നിങ്ങൾക്കൊരു പുതിയ തുടക്കവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതുപോലെയുള്ള ഒരു ഉയർച്ചയും നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്തൊക്കെയോ ചട്ടക്കൂട്ടിൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിടത്ത് ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. എനിക്ക് അങ്ങനെ പോകാൻ കഴിയുന്നില്ല, എനിക്കത് ലഭിക്കില്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. അങ്ങനെയല്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരും. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്, റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും വെളിയിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മാനസിക സംഘർഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഡെത്താണ് വന്നിരിക്കുന്നത്. നല്ലൊരു മാറ്റം, ഒരു ഡെത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ ഒരു ഡെത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരാൻ പോകുന്നത് എന്താണ്? പിന്നീട് ഒരു പുനർജന്മമാണ്. ഒരു പുനർജന്മത്തിലേക്കാണ് നിങ്ങൾ വീണ്ടും വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്? അനുഭവങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അനുഭവങ്ങളെ കൊണ്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ജീവിതത്തിന് എന്താണ്? നല്ല തേച്ചു മിനുക്കിയ ചില ആഭരണങ്ങളുടെ തിളക്കമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു തിളക്കം ഉണ്ടാകുന്നു, നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. നഷ്ടപ്പെട്ടിടത്തു നിന്നും നിങ്ങൾ മുന്നോട്ട് വരും. നഷ്ടപ്പെട്ട ജോലിയാവാം, നഷ്ടപ്പെട്ട സാമ്പത്തികമാകാം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുമാകാം. ഇവിടെ നിന്നെല്ലാം നല്ല മാറ്റങ്ങളോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഉയർച്ചയാണ്. ഇവിടെ കിങ് ഓഫ് വാൺസും നൈറ്റ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്, കണ്ടില്ലേ. വളരെ നല്ല എനർജിയാണ്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യസമയമാണ് വരുന്നത്. അതാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആവേശത്തോടുകൂടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവേശത്തോടുകൂടി നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യതയാണ്. എന്തെങ്കിലും മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വരാനുള്ള സാധ്യതയാണ് ഇവിടെ. കിങ് ഓഫ് വാൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. 4 ഓഫ് പെന്റക്കിൾസ് സ്റ്റെബിലിറ്റി ജീവിതത്തിന് വരാൻ തുടങ്ങുന്നു.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉയർച്ചയാണ് വരാൻ പോകുന്നത്. മറ്റ് പലരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. അതുപോലെ വളരെ നല്ല ഉയർച്ചയിലേക്കാണ് നിങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്കിനി ന്യൂമറോളജി 1-2 കാർഡ്സ് എടുക്കാവേ. സറണ്ടർ ടു ദ ഡിവൈൻ. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആക്ഷൻ. കണ്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഒരു ഉയർച്ചയിലേക്ക് വരാൻ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി നമുക്കിവിടെ ഫുൾ മൂൺ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. അല്ലാതെ ഒരു മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല വേണ്ടത്. ഭീരുത്വത്തിൽ കഴിയുകയല്ല വേണ്ടത്. തോൽവിയിൽ പരാജയങ്ങളിൽ മുഴുകിയിരിക്കുകയല്ല വേണ്ടത്. മുന്നോട്ട് വരിക, അതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് സറണ്ടർ ടു ദ ഡിവൈൻ. എന്തും നിങ്ങൾക്ക് ദൈവത്തിലേക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കീഴടങ്ങുക, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. കാര്യം ദൈവമുണ്ട്, യൂണിവേഴ്സ് ഉണ്ട്. അതാണ്, എനിക്ക് ഈ പ്രപഞ്ചം എന്നെ നോക്കിക്കൊള്ളും, ഞാൻ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, ഞാൻ നിഷ്കളങ്കനാണ്, അബദ്ധങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയിരിക്കുന്നു. കളങ്കമില്ലാത്തത് കൊണ്ടാണ് അബദ്ധങ്ങൾ പറ്റുന്നത്. അങ്ങനെയുള്ളവരെയാണ് യൂണിവേഴ്സ് നല്ല ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്. മനസ്സിലായി? അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്ന ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫുൾ മൂൺ ഇൻ ഏരിയസ്. കണ്ടില്ല? ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലൈമാക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നിങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കൂ. സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. മനസ്സിലായോ? അപ്പോൾ അതിലേക്ക് നിങ്ങൾ കീഴടങ്ങൂ, എല്ലാം സമർപ്പിക്കൂ. എനിക്കിനി മറ്റൊന്നുമില്ല, ഞാൻ ഇവിടെ വിശ്വസിക്കുന്നു, ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതാണ് പറയേണ്ടത്. മനസ്സിലായോ? എല്ലായ്പ്പോഴും നിങ്ങൾക്കിത് പറയാവുന്നതാണ്. അതോടുകൂടി യൂണിവേഴ്സിൽ നിന്നും കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മ കുറച്ച് റിലീസാവും. കർമ്മയൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവണമല്ലോ. അതുകൊണ്ടല്ലേ ഒരുപാട് പരാജയങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. പേടിച്ചിരിക്കുന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കർമ്മയാണത്. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം. നല്ല ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങാണ് വേണ്ടത്. എല്ലാ പ്രവർത്തികളും ദൈവത്തിൽ സമർപ്പിക്കുക. ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും വരില്ല, ഇവിടെ നിന്ന് ഞാൻ നല്ല പ്രവർത്തികളിലേക്കാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി, എന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്ന് മാത്രം പ്രവൃത്തിയിലൂടെ കൊണ്ടുവരികയും വേണം. അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. ഫെയറി ക്ലൈമാക്സ്. കണ്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു ക്ലൈമാക്സ് ആണ് വരാൻ പോകുന്നത്. അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.